ഇനി നമുക്ക് പാലക്കാടേക്ക് പോകാം. ബി.ജെ.പി. സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിൽ ഉണ്ണി മുകുന്ദനും ശ്രീലേഖയും. ശോഭാ സുരേന്ദ്രന്റെ പാലക്കാട് താല്പര്യമില്ലെന്നാണ് സൂചന. മേജർ രവി തുടങ്ങിയ പ്രമുഖരെ ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാനും സാധ്യത ഏറുകയാണ്. അപ്പോൾ പാലക്കാട് ഇനി തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് എന്ന് പരിശോധിക്കാം. പാലക്കാട്ടുകാരനായ ജേർണലിസ്റ്റ് അശ്വജിത്ത് തത്സമയം എന്നോടൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, പാലക്കാട് ചർച്ചകൾ ബി.ജെ.പി. സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടമായിട്ടുള്ളൊരു മണ്ണാണ്, എ ക്ലാസ് മണ്ഡലമാണ്, അവരുടെ നഗരസഭ നിൽക്കുന്ന ഒരു ഇടമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്കായിരിക്കും അവർ എന്തായാലും കണക്കൂട്ടും. അപ്പോൾ നിലവിൽ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞു കേട്ട പേരുകൾ ജില്ലാ അധ്യക്ഷൻ ശ്രീകൃഷ്ണകുമാർ, അപ്പോൾ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതുമുഖ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ അപ്രതീക്ഷിതമായ ഒരു മുഖം വരാനാണോ സാധ്യത? അങ്ങനെയെങ്കിൽ ഉണ്ണി മുകുന്ദൻ എത്രത്തോളം സാധ്യതയുണ്ട്? കൈപ്പള്ളി, പാലക്കാട് ഒരു പ്രസ്റ്റീജിയസ് മണ്ഡലമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഈ കഴിഞ്ഞൊരു 3-4-5 മാസമായി വ്യാപകമായി ചർച്ചയാവുകയും അത് കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കുകയും ബി.ജെ.പി. സീറ്റ് തിരിച്ചു പിടിക്കും എന്ന തരത്തിലുള്ളൊരു നെറേറ്റീവുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കുന്നു ബി.ജെ.പി. അതുകൊണ്ട് ഒരു പ്രസ്റ്റീജിയസ് ആയ കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഗ്ലാമറസ് ആയ ഒരു കാൻഡിഡേറ്റിനെ, കൈപ്പള്ളി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ണി മുകുന്ദനെ പോലെ ഒരു സിനിമ രംഗത്ത് നിന്നും ഒപ്പം തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഉണ്ണി മുകുന്ദന്റെ പേര് ബി.ജെ.പി. പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. പിന്നീട് ഉണ്ണി മുകുന്ദൻ പോലും അറിഞ്ഞില്ല എന്ന വാർത്തകളൊക്കെ വന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഉണ്ണി മുകുന്ദനുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണോ ബി.ജെ.പി. ഇങ്ങനെ സൂചന പങ്കുവയ്ക്കുന്നത്? നമുക്ക് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പ്രകാരം ബി.ജെ.പി. നേതൃത്വം ജില്ലയിലെ പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ നടത്തിയ ഒരു ആശയവിനിമയത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ തരത്തിൽ ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ മറ്റൊരു പരിഗണനയായി വരുന്നത് സംവിധായകനും നടനുമൊക്കെയായ മേജർ റിവ്യൂയെ കൂടെ പരിഗണിച്ചാൽ അത് നന്നായിരിക്കും എന്ന തരത്തിൽ. പക്ഷേ കൈപ്പള്ളി നേരത്തെ ചോദിച്ച പോലെ തന്നെ അതൊരു ഒരു വിജയ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അതുപോലെ ഒരു അൾട്ടിമേറ്റ് ആയാലും റിസൾട്ട് ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിയുമോ ഈ പേര് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം കൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. പക്ഷേ ഉണ്ണി മുകുന്ദൻ എന്ന ഒരു പേര് ഒരുപക്ഷെ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു, വ്യക്തിപരമായി തോന്നുന്നത്, ഈ ചർച്ചകളിൽ സജീവമായി നിന്നേക്കാം ഈ കാൻഡിഡേറ്റ് പ്രഖ്യാപനം വരെയും. അതിന് അന്തിമമായി എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ അവസാന ഘട്ടത്തോട് അടുക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥി തന്നെ ആവാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തന്നെ മാതൃഭൂമി ന്യൂസ് തന്നെ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. കെ സുരേന്ദ്രന് പാലക്കാട് താല്പര്യമില്ല, വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ മത്സരിക്കുന്നില്ല. പ്രത്യേകിച്ച് നേതൃത്വം പാലക്കാട്ടേക്ക് കെ സുരേന്ദ്രനെ നിയോഗിക്കാനുള്ള പ്രാഥമിക ഘട്ട നടപടികളൊക്കെ തുടങ്ങിയതുമാണ്. പക്ഷേ തുടക്കത്തിലെ വെട്ടി കെ സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാട്ടേക്ക് താല്പര്യമില്ല എന്ന്. അത് തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവിടെ കൃഷ്ണകുമാറിന്റെ ടീമും പാലം വലിക്കുമോ? സാധ്യത എങ്ങനെയാണോ? അതാണോ ഭയം? അതാണോ ശോഭയെ പിന്തിരിപ്പിക്കാൻ കാര്യം? അല്ല, അത് തീർച്ചയായിട്ടും ഈ പൊളിറ്റിക്കലി പാലക്കാട്ടേക്ക് ഒരു എൻട്രി ഉണ്ടായാലും ശോഭാ സുരേന്ദ്രന് ഒരു 100% കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല എന്ന് വേണം പറയാൻ. സത്യത്തിൽ ഈ പിൻവലിക്കുന്ന ഘടകം ഇത് തന്നെയാണോ? പാർട്ടിയിലുള്ള പണിയാണോ? അല്ല, അതിപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഭയക്കുന്നുണ്ട് ഒരുപക്ഷെ. മാത്രമല്ല ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടെ പാലക്കാട്ടൊരു വൻ തിരിച്ചടി ഉണ്ടായാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ 17,000 ഒക്കെ ഭൂരിപക്ഷമാണ് ഉപതെരഞ്ഞെടുപ്പിൽ വന്നത്. അപ്പോൾ അത്തരത്തിലൊരു വൻ തിരിച്ചടി ഉണ്ടായാൽ പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ പാടായിരിക്കും. ഒരുപക്ഷെ ബി.ജെ.പിയുടെ ഒരു ഷുവർ സീറ്റിന് തുല്യമായ സീറ്റ് അല്ലെങ്കിൽ എ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം പിടിച്ചെന്നതും ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോൽവി അവിടെ ഉണ്ടായാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടായാൽ കോൺഗ്രസിന് കോൺഫിഡൻ്റ് ആയ ഒരു മണ്ഡലമായി മാറുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ ഒഴിവാക്കി ഇത്തവണയും അതൊരു സജീവ മണ്ഡലമായി തന്നെ ബി.ജെ.പി. നിലനിർത്താനാണ് ആലോചിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചർച്ച എതിർ സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യത പരിഗണിച്ചായിരിക്കും. അതെ, കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ചർച്ചകൾ തുടങ്ങി വെച്ച് കഴിഞ്ഞു. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഒരുപക്ഷെ കോൺഗ്രസിന് ആരായിരിക്കുമെന്ന് തുടക്കത്തിൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വരും എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത DCC പ്രസിഡന്റ് തന്നെ പാലക്കാട്ട് മത്സരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ കോൺഗ്രസ് വളരെ പൊളിറ്റിക്കലായി തന്നെ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചർച്ചകൾ പൊളിറ്റിക്കലായി തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം ബി.ജെ.പിയെ സംബന്ധിച്ച് ഈ പാലക്കാട് മണ്ഡലം എന്നുള്ളത് പാലക്കാട് മണ്ഡലം എന്നുള്ളത് ഒരു പ്രസ്റ്റീജിയസ് ആയി എടുത്തുകൊണ്ട് തന്നെ ആ ചർച്ചകൾ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതൊരു പരിഗണന മാത്രമാണ്. ഒരുപക്ഷെ മേജർ രവിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉണ്ണി മുകുന്ദനായാലും അതൊക്കെ ഒരു പരിഗണന മാത്രമാണ്. പക്ഷെ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് അന്തിമഘട്ടത്തിലോട് അടുക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് തന്നെ ആ തരത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് തന്നെ വരുമെന്നാണ്. ശോഭാ സുരേന്ദ്രനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല.
കഴിയില്ല. ഇപ്പോഴും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രനോട് മത്സരിക്കാനുള്ള സാധ്യത നിലവിൽ തള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായി എനിക്ക് അതായത് എന്തൊക്കെയായാലും സംസ്ഥാനത്ത് തലസ്ഥാനത്തെ പോലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ടൈറ്റ് ഫൈറ്റ് ഇത്തരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രാധാന്യമുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെ വരുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ബി.ജെ.പി. സംബന്ധിച്ചപ്പോൾ അമിത്ഷാ 11-ാം തീയതി വരികയാണ്. അതിന് മുൻപായി തന്നെ ഈ എ ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാലക്കാട് അടക്കമുള്ള ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് ഉടൻ അറിയാൻ കഴിയുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ.